നമ്മൾ 10 മണി ചെടിനെ പോലും വെറുതെ വിട്ടിട്ടില്ല. കണ്ടോ, ഒരു തരം വെള്ളീച്ചകൾ കറിവേപ്പിൻ്റെ ഇലമൊക്കെ കാണുന്ന ആ വെള്ളീച്ച സെയിം സാധനം തന്നെ കേട്ടോ. പറയുമ്പോൾ നല്ല മഴത്തൊക്കെ ഉണ്ടാവില്ല എന്ന് പറയുന്നേക്കാം. പക്ഷേ ഈ ചെടി മഴയത്തല്ല ഇരിക്കുന്നത്, ഇനി അതുകൊണ്ടായിരിക്കും വന്നിട്ടുള്ളത്. എന്തായാലും ഇത് ദൂരെ എവിടെയെങ്കിലും കളയണം, ഇല്ലെങ്കിൽ എല്ലാതുമ്മക്കും പിടിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങിച്ചിട്ടുള്ള ടുഡേ ടുമോറോ എസ്റ്റർട്ട് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ആഗ്രഹിക്കുന്നു വാങ്ങിക്കണം. 125 രൂപക്കാണ് ഇത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് കിട്ടണം കേട്ടോ. ഞാൻ നേരിട്ട് ഇവിടെ നഴ്സറിയിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചാണ്. അവർ നല്ല വില കുറച്ചിട്ട് തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പോട്ട് ചെയ്യുന്ന വീഡിയോ മിസ്സായിപ്പോയി, അതാണ് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ പൂവൊക്കെ വിരിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. റംബുട്ടാനൊന്ന് പോയി നോക്കിയതാണ്. മഞ്ഞൊക്കെ ഈ ഒരു ഷെയ്ഡാകുമ്പോൾ തന്നെ, ഒരു മഞ്ഞ കളറാകുമ്പോൾ തന്നെ നമ്മളെടുത്ത് കഴിക്കലുണ്ട്. അതിൻ്റെ റീസൺ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടീനിയം കണ്ടോ, അതെങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് അടീനിയം കട്ട് ചെയ്തിട്ട് വേര് പിടിപ്പിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇന്നലത്തെ ചെടി വാങ്ങിയ കൂട്ടത്തിൽ വെച്ചതാണ് കേട്ടത്. പക്ഷേ ഞാനിത് മഴയത്തായി വെച്ചത്, അപ്പോൾ ആ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി. ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇത് മഴ കൊള്ളാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.